നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വസ്ത്രധാരണത്തെ ചൊല്ലി വലിയ ചർച്ചകളാണല്ലോ നടക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം റോഡരികിൽ ഞാൻ കണ്ട ഒരു കാഴ്ച എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. ഒരുപക്ഷേ ഈ ഓൺലൈൻ ബഹളങ്ങൾക്കിടയിൽ നാം മറന്നുപോകുന്ന ഒരു വലിയ സത്യം ആ കാഴ്ചയിലുണ്ട്. ഇന്ന് ഈ വിവരണത്തിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വളരെ രസകരവും ചിന്തോദ്ദീപകവുമായ ഒരു കൊച്ചു കഥയാണ്. നിലവിൽ നടക്കുന്ന ഈ സാംസ്കാരിക ചർച്ചകളുടെ യഥാർത്ഥ ചിത്രം ഇത് വളരെ മനോഹരമായി വരച്ചുകാട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെയൊക്കെ ഫോണെന്നെടുത്ത് നോക്കിയാൽ മതി. ആർക്കും എപ്പോഴും കാണാം. ആളുകൾ എന്ത് ധരിക്കണം, എങ്ങനെ ധരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ തീ പാറുന്ന ചർച്ചകളാണ് എങ്ങും. എന്നാൽ ഈ വലിയ ഓൺലൈൻ യുദ്ധങ്ങൾക്കിടയിൽ തികച്ചും സാധാരണമായ ഒരു റോഡരികിലെ കാഴ്ച നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ശരിക്കും ഈ ബഹളങ്ങൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അതിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. കടുത്ത വേനൽക്കാലത്തെ ഒരു നട്ടുച്ചനേരം. മീര എന്നു പേരുള്ളൊരുവൾ ഒരു കല്യാണം കഴിഞ്ഞ് ധൃതിയിൽ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. നല്ല കനമുള്ള ഒരു കാഞ്ചീപുരം സാരിയാണ് അവൾ ധരിച്ചിരിക്കുന്നത്. ഈ ഉച്ചപ്പകൽ, കടുത്ത ചൂട്, അതിനു പുറമെ കനമുള്ള സാരിയും ചൂടും വിയർപ്പും കാരണം സ്വാഭാവികമായും അവളുടെ സാരിയുടെ അരികുകൾ അല്പം അലക്ഷ്യമായി മാറിയിരുന്നു. നമ്മളൊക്കെ നിത്യജീവിതത്തിൽ കാണുന്ന വളരെ സാധാരണമായൊരവസ്ഥ അല്ലേ? പക്ഷേ അവിടുന്ന് കാര്യങ്ങൾ പെട്ടെന്ന് മാറുകയാണ്. റോഡിന്റെ തിരുവിൽ നിന്നും ഒരു കൂട്ടം അപരിചിതരായ ആണുങ്ങൾ മീരയുടെ നേർക്ക് നടന്നു വരുന്നത് അവൾ കണ്ടു. അവൾ മറ്റൊന്നും ആലോചിച്ചില്ല. അങ്ങനെ ചെയ്യാൻ ആരും അവളോട് വിളിച്ചു പറഞ്ഞതുമില്ല. തികച്ചും സ്വാഭാവികമായി അവളുടെ കൈകൾ പെട്ടെന്ന് തന്നെ സാരിത്തുമ്പ് വലിച്ച് വയറിന്റെ ഭാഗം ഭദ്രമായി മറച്ചു. ആ പുരുഷന്മാർ കടന്നു പോകുന്നതുവരെ അവൾ ആ സാരിത്തുമ്പ് വളരെ സുരക്ഷിതമായി ചേർത്തുപിടിച്ചു. ശരിക്കും അതൊരു സഹജമായ പ്രതികരണമായിരുന്നു. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കൗതുകകരമായ കാര്യമെന്താണെന്നോ? ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് സമാന്തര ദൃശ്യങ്ങളാണ് അവിടെയുള്ളത്. റോഡിന്റെ ഒരു വശത്ത് മീര തന്റെ സാരിത്തുമ്പ് ചേർത്ത് പിടിച്ച് നടക്കുന്നു. അതേസമയം തന്നെ റോഡിന്റെ കൃത്യം മറുഭാഗത്തുകൂടി മറ്റൊരു ദൃശ്യം നമുക്ക് കാണാം. ഒരു മുസ്ലിം പെൺകുട്ടി തന്റെ തട്ടവും പർദ്ദയും കൃത്യമായി ധരിച്ചു നടന്നുപോകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. രണ്ട് വ്യത്യസ്ത വസ്ത്രധാരണ രീതികൾ. ഒന്ന് സാഹചര്യത്തിനനുസരിച്ചുള്ള പെട്ടെന്നുള്ള പ്രതികരണവും മറ്റൊന്ന് മുൻകൂട്ടിയുള്ള ഒരു തയ്യാറെടുപ്പും. ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം കണ്ടുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു അവിടെ. പ്രൊഫസർ മാധവൻ മാഷ്. അദ്ദേഹം തന്റെ കാറിന്റെ വേഗത കുറച്ച് ഈ രണ്ട് സ്ത്രീകളെയും ഒരേ സമയം നിരീക്ഷിച്ചു. ഈ കാഴ്ച കണ്ട ഉടനെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വലിയ തർക്കങ്ങളാണ് മാഷിന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. ഈ ഓൺലൈൻ വാക്കേറ്റങ്ങളും ഇപ്പോൾ നേരിൽ കണ്ട ഈ യഥാർത്ഥ കാഴ്ചയും തമ്മിൽ വലിയൊരു ബന്ധമുള്ളതായി അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. മാന്യത, അല്ലെങ്കിൽ ശരീരം മറയ്ക്കാനുള്ള ഈ പ്രവണത കേവലം ഏതെങ്കിലും മതഗ്രന്ഥങ്ങളിൽ മാത്രം എഴുതിവെക്കപ്പെട്ടൊരു നിയമം മാത്രമാണോ? അതോ മനുഷ്യന്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉള്ളിൽ അന്തർലീനമായിട്ടുള്ള അദൃശ്യമായ ഒരു സഹജബോധമാണോ? മീരയോട് ആരും പറഞ്ഞിട്ടല്ലല്ലോ അവൾ സാരി ശരിയാക്കിയത്. ഇത് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് വലിയൊരു ചിന്തയിലേക്കാണ്. അന്ന് വൈകുന്നേരം നാട്ടിൻപുറത്തെ ഒരു ചായക്കടയിലെ രംഗം. സുഹൃത്തുക്കളെല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കുകയാണ്. സ്വാഭാവികമായും സംസാരം ഓൺലൈനിലെ ആ ചൂടേറിയ വസ്ത്രധാരണ വിവാദങ്ങളിലേക്ക് നീണ്ടു. ഈ സമയത്താണ് മാധവൻ മാഷ് താൻ രാവിലെ കണ്ട ആ കാഴ്ചയും അതിൽ നിന്നുള്ള തന്റെ ആഴത്തിലുള്ള തിരിച്ചറിവും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അവിടെയുണ്ടായിരുന്നവരുടെ കാഴ്ചപ്പാടുകളെ തന്നെ ശരിക്കും മാറ്റിമറിക്കുന്നതായിരുന്നു. അവിടെ വെച്ച് മാഷ് പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു വാചകം ഇതാണ്: നമ്മൾ വസ്ത്രധാരണത്തെ വെറുമൊരു മതപരമായ ചട്ടക്കൂടിൽ മാത്രം ഒതുക്കി കാണരുത്. അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോട് അത് വിശദീകരിച്ചു. സാരി ഉടുത്തു പോയൊരു അമുസ്ലിം സ്ത്രീ എതിരെ പുരുഷന്മാർ വന്നപ്പോൾ ആരും പറയാതെ തന്നെ തന്റെ ശരീരം മറച്ചു. അത് ആരും എഴുതിവെച്ച നിയമം കൊണ്ടല്ല, മറിച്ച് ആ സ്ത്രീയുടെ ഉള്ളിലുള്ള ജന്മസിദ്ധമായ ലജ്ജയും മാന്യതയും കൊണ്ടാണത്. സ്വന്തം ശരീരം മറ്റുള്ളവരുടെ മുൻപിൽ അനാവൃതമാകരുതെന്നാഗ്രഹം ഏതൊരു വ്യക്തിയുടെയും ഉള്ളിലുണ്ട് എന്നതാണ് അദ്ദേഹം അവിടെ ചൂണ്ടിക്കാണിച്ചത്. ഈ ഒരു ആശയത്തെയാണ് നമുക്ക് സഹജമായ മാന്യത എന്ന് വിളിക്കാൻ കഴിയുക. മാഷിന്റെ അഭിപ്രായത്തില് ശരീരം സംരക്ഷിക്കണം എന്ന ഈ ആഗ്രഹത്തിന്, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യ സഹജമായ തിരിച്ചറിവിന് ഇസ്ലാം മതം ഒരു കൃത്യമായ രൂപം നൽകിയെന്ന് മാത്രം. അതൊരു സംരക്ഷണ കവചമാക്കി മാറ്റി. ഇതൊരിക്കലും ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു മതപരമായ നിയമമല്ല. മറച്ചുപിടിക്കാനുള്ള ഈ ആഗ്രഹം അടിസ്ഥാനപരമായി മനുഷ്യന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സ്വാഭാവിക ബോധമാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. മാഷിന്റെ ഈ വാക്കുകൾ കേട്ട്
ചുറ്റുമിരുന്നവർ ചിന്താകുലരായി പരസ്പരം നോക്കി. അവർക്ക് കാര്യം ശരിക്കും മനസ്സിലായി തുടങ്ങിയിരുന്നു. വസ്ത്രത്തിന്റെ നീളത്തെയും തരത്തെയും ചൊല്ലി സോഷ്യൽ മീഡിയയിൽ യുദ്ധം ചെയ്യുന്നവർ കാണാതെ പോകുന്നതും ഈ അദൃശ്യമായ മനുഷ്യസഹജമായ ബോധത്തെയാണ്. അത് മതപരമായ അതിർവരമ്പുകൾക്കും അപ്പുറമാണ്. അതൊരു സ്വാഭാവിക മാനുഷിക സംസ്കാരമാണ്. എന്നാൽ നമ്മുടെ ഓൺലൈൻ ചർച്ചകളിൽ പലപ്പോഴും ഈയൊരു പ്രധാന ഘടകം പൂർണ്ണമായും അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ വിവരണത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രധാനമായും 3 കാര്യങ്ങൾ. 1. മാന്യത എന്നത് മനുഷ്യന്റെ സഹജമായ ഒരു വാസനയാണ്. 2. ഇതൊരു സാർവത്രികമായ ആത്മസംരക്ഷണ ബോധമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ കാര്യം, ഒരാളുടെ വസ്ത്രധാരണത്തെ മാനിക്കുക എന്നത് അടിസ്ഥാനപരമായി അവരുടെ വ്യക്തിത്വത്തെയും മാനുഷിക മൂല്യങ്ങളെയും ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. അതാണ് ഒരു സംസ്കാരമുള്ള സമൂഹത്തിന്റെ ലക്ഷണവും. ഞാൻ ഈ വിവരണം അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചെറിയ ചോദ്യം വെച്ചുകൊണ്ടാണ്. മനുഷ്യന്റെ ഈ അദൃശ്യമായ സഹജബോധത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അനാവശ്യ ബഹളങ്ങളെ നിങ്ങൾ നോക്കിക്കാണുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? അടുത്ത തവണ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള വലിയൊരു തർക്കം കാണുമ്പോൾ ഈ കൊച്ചു കഥയും ഇതിലെ സന്ദേശവും നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. അത് തീർച്ചയായും കുറച്ചുകൂടി വിവേകത്തോടെ ചുറ്റുമുള്ള ലോകത്തെ കാണാൻ നമ്മെ സഹായിക്കും. നന്ദി. ഏയ്, ഒന്ന് നിൽക്കണേ. ഇതൊക്കെ കണ്ടില്ലേ? ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ? ഒരു സബ്സ്ക്രൈബ് ചെയ്തുകൂടെ? ഞാനും കഷ്ടപ്പെട്ട് ഓടിയെത്തിയതല്ലേ.